പെരുമ്പാവൂർ നഗരസഭ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. 56,75,33,973 രൂപ ചിലവ് വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. താലൂക്ക് ഓഫീസ് ആശുപത്രി നവീകരണം, നഗരസഭ ലൈബ്രറി നവീകരണം, നഗരസഭ ലോറി സ്റ്റാൻഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, കാറ്റിൽ മാർക്കറ്റിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, നാഗഞ്ചേരിമന പാർക്ക് പുനരുദ്ധാരണം, ആരോഗ്യം, കുടിവെള്ളം, മാലിന്യ നിർമ്മാർജ്ജനം, പട്ടികജാതി വികസനം, വയോജനക്ഷേമം, ഭവനരഹിതർക്കുള്ള പാർപ്പിട പദ്ധതി, കൃഷി, വിദ്യാഭ്യാസം, വനിതാക്ഷേമം തുടങ്ങി സമസ്ത മേഖലകളിലെയും ക്ഷേമവും വികസനവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. വൈസ് ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ബജറ്റ് അവതരിപ്പിച്ചു. 56,75,33,973 രൂപ ചെലവും 6,59,43,769 രൂപ നീക്കിയിരിപ്പും കണക്കാക്കുന്ന 2026-27 ബഡ്ജറ്റ് എസ്റ്റിമേറ്റുമാണ് ബഹു കൗൺസിൽ മുമ്പാകെ സമർപ്പിക്കുന്നത്. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി നവീകരണം, നഗരസഭ ലൈബ്രറി നവീകരണം, നഗരസഭ ലോറി സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്, കാറ്റിൽ മാർക്കറ്റിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, ബിസിനസ് ഏരിയ, കാറ്റിൽ ഷെഡ് ഉൾപ്പെടെയുള്ള നിർമ്മാണം, നഗരസഭയ്ക്ക് പുതുതായി ഓഫീസ് കെട്ടിട നിർമ്മാണം, ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം നവീകരണം, നാഗഞ്ചേരിമന പാർക്ക് പുനരുദ്ധാരണം എന്നിവയാണ് 2026-27 കാലഘട്ടത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മുൻഗണനാ പദ്ധതികൾ. 63,74,77,742 രൂപ വരവും 56,75,33,973 രൂപ ചെലവും 6,59,43,769 രൂപ നീക്കിയിരിപ്പും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി 2 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സംഗീത കെൻ അറിയിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹറ മുഹമ്മദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഹമ്മദ് ഗദാഫി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത ദേവി, വിദ്യാഭ്യാസ കലാകായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ അജി പണിക്കാർ, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഷറഫ്, കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.